ഹായ് നമസ്കാരം. 5 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ ഒരു മനോഹരമായിട്ടുള്ള വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്ത് പൂക്കാട്ടുപടിയിലാണ്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ. ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 200 മീറ്റർ മാത്രമാണ്. ഇൻഫോ പാർക്ക് 10 കിലോമീറ്റർ, ആലുവ 9 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റൽ 4 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നുള്ള അകലം. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മോഡേൺ കണ്ടംപററി ഡിസൈനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഒരു മനോഹരമായിട്ടുള്ള ബോക്സി ടൈപ്പ് ഡിസൈനും. ഈ വീടിൻ്റെ ബാൽക്കണി ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ്. മുകളിലായി പ്രൊഫൈൽ ലൈറ്റ്, ബാൽക്കണിയുടെ മുകളിലുമായി പ്രൊഫൈൽ ലൈറ്റാണ് നൽകിയിട്ടുള്ളത്. ഈ വീടിൻ്റെ ഈ ഭിത്തിയിലായി ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ 4-way LED ലൈറ്റും നൽകിയിരിക്കുന്നു. ഈ വീടിൻ്റെ മുന്നിലായി കാണുന്ന 4 മീറ്റർ അടുത്തുള്ള കട്ട വിരിച്ച റോഡാണ്. ഈ ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഗേറ്റ് വരുന്നത്. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. HPL ഷീറ്റും GI ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ ഈ ഭാഗത്തായി ഒരു ഫോൾഡിംഗ് ഗേറ്റ് കൂടി ലഭ്യമാണ്. നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ട് നോക്കാം. ഗേറ്റ് തുറന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ഈ വീടിൻ്റെ മുറ്റത്തേക്കാണ്. മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് ഇന്റർലോക്കിംഗ് ബ്രിക്സ് ആണ്. ഈ ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ കാർ പോർച്ച് വരുന്നത്. ഒരു വാഹനം കാർ പോർച്ചിൽ പാർക്ക് ചെയ്യാം. ഇവിടെ 3 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി ഒരു പില്ലർ നൽകിയിരിക്കുന്നു. ടെക്സ്ചർ വർക്കാണ് പില്ലറിൽ നൽകിയിട്ടുള്ളത്. വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള സൗകര്യവും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തും ഒരു വാഹനം പാർക്ക് ചെയ്യാം. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. ഈ ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ കിണർ നൽകിയിരിക്കുന്നത്. ഇതാണ് കിണർ. ഈ വീടിൻ്റെ പുറത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തേക്കാണ് പോകേണ്ടത്. ഈ വീടിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഇവിടെ 2 സ്റ്റെപ്പ് നൽകിയിരിക്കുന്നു. ഇവിടെ ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ 3 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെയും ഒരു പില്ലർ നൽകിയിരിക്കുന്നു. ഇവിടെ ടെക്സ്ചർ വർക്കാണ് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ വരുന്നത് മഹാഗണിയാണ്. ഇവിടെ 2 വാളയുടെ ഒരു മെയിൻ ഡോറാണ് ഇത്. ഇവിടെ 2 ഹാൻഡിലും നല്ല മനോഹരമായി നൽകിയിരിക്കുന്നു. മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ മോഡേൺ ജനൽ നൽകിയിരിക്കുന്നു. പാനലിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായി നല്ല മനോഹരമായിട്ടുള്ള ക്യൂരിയോസ് ഷെൽഫും നൽകിയിരിക്കുന്നു. ക്യൂരിയോസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി LED ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായി സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഡൈനിങ് സ്പേസ് നോക്കാം. ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിരിക്കുന്നു. ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തിരിക്കുന്നത് ഈ കാണുന്ന പാർട്ടീഷൻ വാളാണ്. ഇതാണ് ഡൈനിങ് ഏരിയ. നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയയാണ് ഇത്. ഈ ഭാഗത്തായിട്ടാണ് ഒരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഇവിടെ സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ വാഷ് കൗണ്ടർ ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ഇവിടെ വാഷ് ബേസിൻ, ഇവിടെ വാനിറ്റി കൗണ്ടർ, ഇവിടെ ഒരു LED മിററും നൽകിയിരിക്കുന്നു. ഇതാണ് കിച്ചൺ. നല്ല വിശാലമായിട്ടുള്ള കിച്ചണാണ് ഇത്. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈലാണ് കിച്ചണിൽ നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തായി ഗ്ലോസി ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ധാരാളം സ്റ്റോറേജ് സ്പേസും ലഭ്യമാണ്. ഈ ഭാഗത്തായി ഒരു സിങ്ക് നൽകിയിരിക്കുന്നു. ഇവിടെ 2 ടാപ്പും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായി 3 വാളയുടെ ഒരു ജനൽ ലഭ്യമാണ്. ഈ ഭാഗത്തായി ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് നൽകിയിരിക്കുന്നു. ഇവിടെ കൗണ്ടർ ടോപ്പ്, ഇവിടെ 2 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ ക്യൂരിയോസ് ഷെൽഫും ലഭ്യമാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒന്നാമത്തെ ബെഡ്റൂം. ഈ ഭാഗത്തായി ചെറിയൊരു ബേ വിൻഡോ കൺസെപ്റ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ നൽകിയിരിക്കുന്നു. ഇവിടെ മിററും ലഭ്യമാണ്. ഈ ഭാഗത്തായി 3 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. മുകളിലായി ഫോൾ സീലിംഗ് വർക്ക്.
ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. ഡോർ വരുന്നത് ഫൈബറിലാണ്. ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം. ക്ലോസറ്റ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ വാഷ് ബേസിൻ, സെൻട്രൽ ഭാഗത്തായി ഷവറും നൽകിയിരിക്കുന്നു. ഗ്ലോസി ടൈലാണ് ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഡോർ വരുന്നത് വുഡിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെ 3 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെയും 3 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ടൈൽ വരുന്നത് വെർട്ടിഫൈഡ് വൈറ്റ് കളർ ടൈലാണ്. മുകളിലായി ഫോൾ സീലിംഗ് വർക്ക് നൽകിയിരിക്കുന്നു. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഡോർ വരുന്നത് UPVC ഡോറാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം. ഇവിടെ ഗ്ലോസി ടൈലാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈലാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇവിടെ വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. സെൻട്രൽ ഭാഗത്തായി ഷവർ, ഇവിടെ ക്ലോസറ്റും നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ അടിയിലായി ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യവും നൽകിയിരിക്കുന്നു. ഇതാണ് സ്റ്റെയർ. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലാണ്. ഇവിടെ സ്റ്റെപ്പ് നൽകിയിരിക്കുന്നു. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ പർഗോള നൽകിയിരിക്കുന്നു. ഇവിടെ 2 വാളയുടെ ജനൽ നൽകിയിരിക്കുന്നു. നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് നോക്കാം. സ്റ്റെപ്പ് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. എൽ ഷേപ്പിലാണ് അപ്പർ ലിവിംഗ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. മുകളിലായി ഫോൾ സീലിംഗ് വർക്കാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 4 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു TV യൂണിറ്റും ലഭ്യമാണ്. ഇവിടെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായി ഒരു വർക്കിംഗ് ടേബിൾ നൽകിയിരിക്കുന്നു. അടിയിലായി ധാരാളം സ്റ്റോറേജ് സ്പേസും ലഭ്യമാണ്. ഈ ഭാഗത്തായി 3 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് മുകളിലത്തെ നിലയിൽ ഒന്നാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒന്നാമത്തെ ബെഡ്റൂം. ഇവിടെ 3 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെയും 3 വാളയുടെ ഒരു ജനൽ നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ നൽകിയിരിക്കുന്നു. ഇവിടെ 3 വാളയുടെ വാർഡ്രോബും നൽകിയിരിക്കുന്നു. നല്ല സ്റ്റോറേജ് സ്പേസ് വാർഡ്രോബും നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഡോർ വരുന്നത് UPVC ആണ്. ഈ ഭാഗത്തായി വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. സെൻട്രൽ ഭാഗത്തായി ഷവർ, ഇവിടെ ക്ലോസറ്റും നൽകിയിരിക്കുന്നു. മാറ്റ് ഫിനിഷുള്ള ടൈലാണ് ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഗ്ലോസി ഫിനിഷുള്ള ടൈലും നൽകിയിരിക്കുന്നു. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. മാറ്റ് ഫിനിഷുള്ള ടൈലാണ് യൂട്ടിലിറ്റി സ്പേസിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ പോയിന്റ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ടെറസിലേക്ക് പോകാനുള്ള ഓപ്പണിംഗ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ. ഇനി നമുക്ക് ബാൽക്കണി നോക്കാം. ഓപ്പൺ സ്പേസും കവേർഡ് സ്പേസും അടങ്ങിയിട്ടുള്ള ബാൽക്കണി. ഈ ഭാഗത്തായിട്ടാണ് ഹാൻഡ് റെയിൽ വരുന്നത്. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ്. ഈ ഭാഗത്തായി 3 വാളയുള്ള ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി ഒരു പില്ലറും നൽകിയിരിക്കുന്നു. ഇതാണ് ഓപ്പൺ സ്പേസ്. 5 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചൊരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 200 മീറ്റർ മാത്രമാണ്. ഇൻഫോ പാർക്ക് 10 കിലോമീറ്റർ, ആലുവ 9 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റൽ 4 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നുള്ള അകലം. ഈ വീടിൻ്റെ വില വയ്ക്കുന്നത് 85 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.